നീലഗിരിയിൽ 3 വയസ്സുകാരിയെ കൊന്ന പുലിയെ മയക്കുവെടി വെച്ചു. 2 തവണ മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ കൂട്ടിലാക്കാനായത്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നീലഗിരി പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ ദാരുണമായി പുലി കൊന്ന സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ എല്ലായിടത്തും നടന്നിരുന്നു. ഇതിനിടെയാണ് ഇന്ന് രാവിലെ ഈ പുലിയെ ഒരു പന്തല്ലൂരിന് സമീപത്ത് ഈ ആക്രമണം നടന്ന സ്ഥലത്തിന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം ചുറ്റളവിലുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഈ പുലിയെ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഉച്ചയോടുകൂടി തന്നെ അംബ്രോസ് വളവ് എന്ന് പറയുന്ന സ്ഥലത്തെ ചതുപ്പ് പ്രദേശത്ത് വെച്ച് മയക്കുവെടി വെച്ചു വനംവകുപ്പ്. കേരള വനംവകുപ്പിന്റെ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘവും തമിഴ്നാട് വനംവകുപ്പും ചേർന്നാണ് മയക്കുവെടി വെച്ചത്. ഉച്ചയ്ക്ക് 1:55 ആദ്യം മയക്കുവെടി വെച്ചത്. വൈകിട്ട് 3:30 പിന്നീട് പുലിയെ കൂട്ടിലാക്കാനും വനംവകുപ്പിനായി. പ്രതിഷേധങ്ങൾക്കിടെ പുലിയെ വനംവകുപ്പ് സംഘം സ്ഥലത്തു നിന്ന് കൊണ്ടുപോയി. ശക്തമായൊരു പ്രതിഷേധമാണ് ഈ സ്ഥലത്തും പുലിയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടും എല്ലാം ചില തർക്കങ്ങളും സംഘർഷങ്ങളും നേരിയ തോതിൽ ഉണ്ടാവുകയും എല്ലാം ചെയ്തു. എന്നാലും അവിടെ നിന്ന് പുലിയെ വനംവകുപ്പ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. ഗൂഡല്ലൂർ DFO ഓഫീസിലേക്കാണ് ആദ്യം മാറ്റിയത്. പുലിക്ക് ചില ശാരീരിക പരിക്കുകൾ ഉണ്ട് എന്നുള്ളൊരു നിഗമനം വനംവകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സ പുലിക്ക് നൽകും. അതിനുശേഷമായിരിക്കും പുലി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തമിഴ്നാട് വനംവകുപ്പ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് രാവിലെ പ്രദേശവാസികൾ പുലിയെ ഈ പ്രദേശത്ത് കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ വനംവകുപ്പ് തിരച്ചിൽ നടത്തിയത്. പന്തല്ലൂർ ബിദർക്കാട് മാങ്കോ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മകളായ നാൻസി ആയിരുന്നു കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അംഗൻവാടിയിൽ നിന്നും അമ്മയോടൊപ്പം വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവുകയും മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. തേയിലക്കാട്ടിനിടയിൽ വെച്ചാണ് പിന്നീട് നാട്ടുകാർ തിരച്ചിലിനിടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നതും മറ്റും. ഏതായാലും 3 ആഴ്ചക്കിടെ പുലിയുടെ ആക്രമണത്തിൽ 2 പേർ മരിച്ചതോടുകൂടി വലിയ ശക്തമായ ജനകീയ പ്രതിഷേധം നീലഗിരി മേഖലയിൽ എമ്പാടുമുണ്ടായി. കഴിഞ്ഞ ദിവസം തന്നെ രാത്രി അന്തർ സംസ്ഥാന പാതകൾ ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമായിരുന്നു പ്രദേശത്ത് കണ്ടത്. പ്രത്യേകിച്ചും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള അന്തർ സംസ്ഥാന പാതകളിലെ ഗതാഗതം പൂർണ്ണമായി മണിക്കൂറുകളോളം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു ശ്രമം അത് വിജയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ പുലിയെ പിടികൂടിയെങ്കിലും വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് സമരം തുടരാൻ തന്നെയാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. കാരണം ഇവിടെ കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും എല്ലാം നിരന്തരമുള്ള ആക്രമണങ്ങൾ പതിവാണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങളിൽ മനുഷ്യന് ജീവഹാനി സംഭവിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് നാട്ടുകാരുടെ ആവശ്യം. ഏതായാലും അതെല്ലാം ഉന്നയിച്ചാണ് ഇന്ന് ഹർത്താലും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രദേശത്തെ ജനങ്ങളെല്ലാം നടത്തിയത്. പന്തല്ലൂർ, ഗൂഡല്ലൂർ താലൂക്കുകളിലായിരുന്നു ഇന്ന് ഹർത്താലും പ്രതിഷേധ പരിപാടികളെല്ലാം കൂടുതൽ ശക്തമായി നടന്നത്. 3 ആഴ്ചക്കിടെ പന്തല്ലൂർ താലൂക്കിൽ 5 ഇടത്താണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. ഡിസംബർ 21 പുലിയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ചിരുന്നു. ഈ സ്ത്രീ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും തോട്ടംതൊഴിലാളിയായ ഈ സ്ത്രീയുടെ ആരോഗ്യനില വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകളെല്ലാം തുടർന്ന് അവശതയിലും മറ്റുമായിരുന്നു. അതിൽ ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയും ചെയ്തു. അതുകൂടാതെ തന്നെ ജനുവരി 4-ാം തീയതി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 4 വയസ്സുകാരിക്ക് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും എല്ലാം ചെയ്ത് അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, വ്യക്തമാണ്. നീലഗിരിയിൽ 3 വയസ്സുകാരിയെ കൊന്ന പുലിയെ മയക്കുവെടി വെച്ചു. 2 തവണ മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ കൂട്ടിലാക്കാനായത്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.